കൂട്ടുകാരെ, ഈ അവധിക്കാലം അടിച്ചു പൊളിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന പുസ്തകം പി. പ്രഭാകരന്റെ ജീവിത നിഴൽപ്പാടുകളാണ്. ഇതിൽ അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി അനുഭവിക്കുന്ന പ്രയാസങ്ങളും ചില സന്തോഷ നിമിഷങ്ങളുമാണ് പറയുന്നത്. അബ്ബാസ് വിദേശത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം ജോലിക്കായി കത്തുകൾ അയക്കുന്നു. അതിന് മാസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടികളൊന്നും തന്നെയില്ല. അങ്ങനെ അദ്ദേഹം പുറത്തുപോയി ജോലിക്കായി അന്വേഷിക്കുകയാണ്. പല ഓഫീസുകളിലും കയറിയിറങ്ങി. അവിടെ നിന്നെല്ലാം അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം എല്ലാം തീർന്നു കഴിഞ്ഞു. ആ വലിയ ഹോട്ടൽ റൂമിൽ നിന്നും അദ്ദേഹം തെരുവു വീതിയിലെ ചെറിയ റൂമിലേക്ക് താമസം മാറുകയാണ്. അവിടെ ഒരു മെഴുകുതിരി വെട്ടം മാത്രമാണുള്ളത്. പക്ഷേ അവിടെ എന്നും അവരെ ഒരു പെൺകുട്ടി നോക്കിയിരിക്കുമായിരുന്നു. എന്നത്തെയും പോയാലേ അദ്ദേഹം ജോലിക്കായി അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസമായി അദ്ദേഹത്തിൻ്റെ ഒരു വിവരവുമില്ല. ഒരിക്കൽ വീട്ടുടമസ്ഥൻ അവൻ്റെ റൂമിലേക്ക് പോയി. എന്നിട്ട് വാടകയ്ക്കായി ആവശ്യപ്പെടുന്നു. അന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് 3 ദിവസമായി താൻ ഭക്ഷണം കഴിച്ചിട്ടെന്നും തനിക്കിപ്പോൾ തലയുയർത്തി നിൽക്കാൻ പോലും കഴിയില്ല എന്നുമാണ്. ഇത് കേട്ട അവൾ അദ്ദേഹത്തിന് കുറച്ച് ഭക്ഷണം നൽകുകയാണ്. പക്ഷേ അദ്ദേഹം അതൊന്നും കഴിക്കാതെ പുറത്തു പോകുന്നു. എന്നിട്ട് ഭക്ഷണത്തിനായി യാചിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഒരു പള്ളിയുടെ മുറ്റത്ത് കിടക്കുകയാണ്. രാവിലെയായപ്പോൾ അവിടെ നിന്നും അദ്ദേഹത്തെ അയക്കുന്നു. അതിൽ നിന്നും ഒരാൾ അദ്ദേഹത്തിന് കുറച്ച് പൈസ നൽകുന്നു. ആ പൈസ ആർത്തിയോടെ വാങ്ങി അതിന് കുറച്ച് ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെയുള്ള മറ്റൊരാൾ വന്നിട്ട് 3 ദിവസമായി താൻ ഭക്ഷണം കഴിച്ചിട്ടെന്നും എന്തെങ്കിലും തന്ന് സഹായിക്കണമെന്നും പറയുന്നു. അദ്ദേഹം കുറച്ച് പണം അയാൾക്ക് നൽകുന്നു. അങ്ങനെ അടുത്തുള്ള പാർക്കിൽ നിന്നും ഒരു മനോഹരമായ സംഗീതം കേൾക്കുന്നു. ആ സംഗീതത്തിൽ അദ്ദേഹം അവളെ ഓർത്തുപോയി. അങ്ങനെ അദ്ദേഹം ആ പാർക്കിൻ്റെ ബെഞ്ചിലിരിക്കുന്നു. അപ്പോൾ ജബ്ബാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത കഥകൾ ചോദിച്ചറിയുന്നു. അങ്ങനെ ജബ്ബാർ അദ്ദേഹത്തിൻ്റെ മില്ലിൽ ജോലി നൽകുകയാണ്. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി. അങ്ങനെ അബ്ബാസ് ആ മില്ലിലെ യൂണിയൻ പ്രസിഡൻ്റായി മാറുകയാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ഒരു ദുഃഖമുണ്ടായിരുന്നു, അവളെ ഓർത്ത്. അത് ജബ്ബാർ ചോദിച്ചറിയുന്നു. എന്നിട്ട് അവർ അവളെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവർ കണ്ടപ്പോൾ അവൾ പൊട്ടിക്കരയുകയാണ്. അവൾ കണ്ണടയ്ക്കുന്നു. ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, എത്ര തന്നെ പ്രയാസങ്ങൾ അനുഭവിച്ചാലും ഒടുവിൽ ഒരു സന്തോഷ നിമിഷം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഈ അവധിക്കാലം ഒത്തിരി പുസ്തകങ്ങൾ വായിച്ച് കൂടുതൽ അറിവുകൾ നേടുക.